കാനഡയിൽ കൊല ചെയ്യപ്പെട്ട ചാലക്കുടി സ്വദേശി ഡോണയുടെ മൃതസംസ്കാരം ഞായറാഴ്ച ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ബന്ധുക്കളിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് ഡോണയുടെ മൃതദേഹവുമായി വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ ബന്ധുക്കൾ കാനഡയിൽ നിന്ന് വിമാനമാർഗം ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഡൽഹിയിലെത്തുന്ന ഡോണയുടെ ഭൗതിക ശരീരം ഇന്നു തന്നെ കൊച്ചിയിലെത്തിക്കാനാണ് ശ്രമിക്കുന്നത്. തുടർന്ന് രാത്രി 8 മണിയോടെ ചാലക്കുടിയിലുള്ള പടിക്കലെ വീട്ടിൽ ഭൗതിക ശരീരം കൊണ്ടുവരും. തുടർന്ന് ഞായറാഴ്ച 11 മണിക്ക് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിലാണ് മൃതസംസ്കാരം. ചാലക്കുടി പാലസ് റോഡിൽ പടിക്കല സാജൻ്റെയും ഫ്ലോറയുടെയും മകളായ ഡോണ മെയ് 6-നാണ് കാനഡയിലെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഡോണയുടെ ഭർത്താവ് കുറ്റിച്ചിറ കണ്ണമ്പുഴ വീട്ടിൽ ലാൽ കെ പൗലോസിനെ ഡോണയുടെ മരണത്തിന് ശേഷം കാണാതായിരുന്നു. ഇതോടെ ഡോണയുടെ മരണത്തിൽ ലാൽ കെ പൗലോസിന് പങ്കുണ്ടോ എന്ന സംശയത്തിൽ കനേഡിയൻ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു. ഭർത്താവ് ലാൽ കെ പൗലോസിൻ്റെ ലുക്കൌട്ട് നോട്ടീസ് കനേഡിയൻ പോലീസ് പുറത്തിറക്കിയിരുന്നു. ഇയാൾ ഡോണയുടെ മരണത്തിന് ശേഷം ഇന്ത്യയിലെത്തിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചത്. എന്നാൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഡോണയുടെ ബന്ധുക്കൾ കേരള DGPക്കും തൃശൂർ റൂറൽ SP-ക്കും പരാതി നൽകിയിരുന്നെങ്കിലും സംസ്ഥാന പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഡിസംബറിൽ നാട്ടിലെത്തിയിരുന്ന ഡോണ കാനഡയിൽ മഞ്ഞുവീഴ്ചയുള്ള പ്രദേശത്തിൻ്റെ സ്ഥിതി സാധാരണ നിലയിലാക്കുന്ന കമ്പനിയിലെ ഉദ്യോഗസ്ഥയായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. 3 വർഷം മുൻപാണ് ലാൽ കെ പൗലോസുമായുള്ള വിവാഹം നടന്നത്. മൃതദേഹം ഇന്ത്യയിലെത്തിക്കുന്ന വിമാനത്തിൻ്റെ സമയക്രമങ്ങളിൽ വ്യത്യാസം വരാതിരിക്കുകയും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്താൽ ഡോണയുടെ മൃതസംസ്കാരം ഞായറാഴ്ച 11 മണിയോടെ ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും.